സ്നേഹപിതാവായ ദൈവമേ, കർത്താവെ, ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളുടെ മേൽ അവിടുത്തെ കൃപയും കരുണയും അവരിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സുവിശേഷം കേൾക്കുന്നവരുടെ കാതുകൾക്ക് തേനിനേക്കാൾ ഹൃദ്യമായ, തേനിനേക്കാൾ മധുരിക്കുന്ന ഒരു ആത്മീയ അനുഭവം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവ്, ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം കൂട്ടായിരിക്കണമേ. 2 പേർ എൻ്റെ നാമത്തിൽ എവിടെ സമ്മേളിക്കുന്നവരുടെ മധ്യ ഞാനെടുക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങനെ വാഴ്ത്തുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും നൽകുന്നത് ദൈവം വിശ്വസിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾ ചിന്തിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന തിരുവചനങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് വലിയൊരു ആത്മീയമായ അഭിഷേകമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനകളെല്ലാം യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നൽകുന്നതിന് ഓർത്ത് ദൈവമേ, ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യും. ഷേമിൻ്റെ വംശാവലിയിൽപ്പെട്ട ആളുകളാണ് ഇപ്പോഴും അധികമായി ഇസ്രായേലിൽ ഉള്ളത്. മറ്റ് വംശങ്ങളിൽപ്പെട്ട ആളുകളൊക്കെ പല പല വിദേശ രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. ഷേമുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലാണ് കൂടുതൽ ആളുകളും ഇസ്രായേലിൽ ഇപ്പോഴും താമസിക്കുന്നത്. കാനാന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, കാലങ്ങൾക്ക് ശേഷം യാക്കോബിൻ്റെ കാലഘട്ടത്തിൽ യാക്കോബും 70ഓളം പുത്രന്മാരും പുത്രിമാരും അവരുടെ പങ്കാളികളും കൂടെ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ അവർ വേരോട്ടം നടന്ന സമയത്ത് കാനാൻ ദേശം എന്ന് വിളിക്കപ്പെടുന്ന ദേശത്തിന് പലസ്തീൻ എന്ന പേരാണ് അന്നുണ്ടായത്. കാനാൻ്റെ സന്തതി പരമ്പരകൾ എത്യോപ്യയിൽ നിന്ന് ഈജിപ്തിലേക്കും ഈജിപ്തിൽ നിന്ന് വീണ്ടും ഈ പറയുന്ന പലസ്തീൻ ഇസ്രായേൽ ദേശത്ത് കടന്നു വരികയും ഇന്ന് കാണുന്ന ഇപ്പോൾ ഈ ഇസ്രായേൽ യുദ്ധം നടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ഗാസ എന്ന് പറയുന്ന ആ ഒരു ചെറിയ തുരുത്തു പോലെ ദേശത്ത് വന്നിട്ട് ഇവർ കീഴടക്കുകയും ചെയ്തു. അന്ന് മുതൽ ഈ കാനാൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകൾ ഇസ്രായേൽക്കാരുമായിട്ട് എന്നും നിരന്തരം യുദ്ധവും പ്രശ്നവും ഇതായിട്ട് തുടർന്ന് ആ ചരിത്രം മുഴുവൻ നോക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് ആവർത്തിച്ച് നിൽക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ ഒരു വംശാവലി കാണുന്ന സമയത്ത് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 11-ാമത്തെ ഉൽപ്പത്തി പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിലെ ഈ കായേൻ്റെ വംശാവലിയുടെ തുടർച്ച നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ലാമേക്കിൻ്റെ വരെയാണ് കണ്ടത്. ലാമേക്കിൻ്റെ കഴിഞ്ഞിട്ടുള്ള 3 തലമുറ കഴിഞ്ഞിട്ട് 10-ാം തലമുറയിലുണ്ടാവുന്ന നിമ്രോദ് എന്ന രാജാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഈ നിമ്രോദിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഹുദൈവ ആരാധന, ഏകസത്യ ദൈവത്തെ ആരാധിച്ചിരുന്ന ഇസ്രായേൽ മക്കൾ ബഹുദൈവ ആരാധന തുടങ്ങി വയ്ക്കുന്നത് നിമ്രോദാണ്. മാത്രമല്ല, നിമ്രോദ് 12 നഗരങ്ങൾ പണിയുന്നു, വൻ നഗരങ്ങൾ പണിയുന്നു. മാത്രമല്ല, ഈ അവസാനം ഈ നിമ്രോദിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടിയാണ് ബാബേൽ ഗോപുരം പണിയാനായിട്ട് നിമ്രോദ് ഇറങ്ങി പുറപ്പെടുന്നത്. ദൈവം പറഞ്ഞത് ഭൂമിയിൽ മുഴുവൻ ചിതറിപ്പാർക്കാനാണ് നിർദ്ദേശം കൊടുത്തത്. എന്നാൽ ഇവർ പറയുന്നു സ്വർഗത്തോളം ഉയരമുള്ള ഒരു വലിയ, ഇപ്പോഴത്തെ ഭാഷയിലാണെങ്കിൽ അപ്പാർട്ട്മെൻ്റ് എന്നോ ഫ്ലാറ്റ് എന്നൊക്കെ പറയാം, വലിയൊരു ഫ്ലാറ്റ്, സ്വർഗത്തോളം ഉയരമുള്ളൊരു ഫ്ലാറ്റ് പണിയുന്നു, എല്ലാവരും ഒന്നിച്ച് താമസിക്കുന്നു. അപ്പോൾ ദൈവകൽപ്പന ലംഘിച്ചുകൊണ്ട് ഉള്ളൊരു പ്രവൃത്തി ആരംഭിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു ദുരന്തഫലം, ദൈവം അവരുടെ ഭാഷകളെ ഭിന്നിപ്പിക്കുന്നു. ഭാഷകളെ ഭിന്നിപ്പിച്ചതിനെ തുടർന്ന് അവർക്കതിന് പണി പൂർത്തിയാകാൻ പറ്റാതെ വരുന്നു. ബാബേൽ ഗോപുരം അതിന് നിർമ്മിതി പൂർത്തിയാകാതെ അത് നശിക്കപ്പെടുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, 2 തലമുറകൾ മുന്നോട്ട് പോകുന്നു. കായേൻ്റെ പിൻതലമുറ കൈമാറ്റം ചെയ്ത് വരുന്നു. അവരെന്നും ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നു, ദൈവിക ചിന്തയ്ക്കെതിരായി നിൽക്കുന്നു, മാനുഷികമായ കാഴ്ചപ്പാടുകളിൽ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് അവർ നഗരങ്ങൾ സ്ഥാപിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഉയർന്ന കെട്ടിടങ്ങൾ പണിയുന്നു, ഒന്നിച്ച് താമസിക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള പ്രവൃത്തികൾ, ഭൗതികമായ ലൗകികമായ കാര്യങ്ങൾക്ക് വ്യഗ്രത കാണിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ ലോകത്തിലൂടെ കടന്നു വരുന്നു. അപ്പുറത്ത് നോഹയ്ക്ക് ശേഷം ഷേമിലൂടെ കടന്നു വരുന്ന തലമുറ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിലേക്ക് ഉറ്റുനോക്കുകയും ഉറ്റുപാർക്കുകയും ചെയ്യുന്നവരുടെ ഒരു തലമുറ അപ്പുറത്ത് നമ്മൾ കാണുകയും ചെയ്യും. പിന്നീട് നമ്മൾ കാണുന്നു, ഈ ഷേമിൻ്റെ ശേഷം ആണ് 14-ാമത്തെ തലമുറയിലെത്തുമ്പോഴാണ്
അബ്രാഹാമിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം വരുന്ന സമയത്ത് ദൈവം അബ്രാഹാമിനെ വിളിക്കുന്നു. ആ അബ്രാഹാമിനെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മളതൊന്ന് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹിക്കുന്നത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സേത്തിലൂടെ തുടങ്ങി ഏനോഷിലൂടെ മുന്നോട്ട് പോയി കെനാനിലൂടെ മഹലയിലൂടെ യാരേദിലൂടെ ഹെനോക്കിലൂടെ മെത്തുസലാഹിലൂടെ നോഹയിലൂടെ ഷേമിലൂടെ കടന്നു വന്ന 14-ാമത്തെ തലമുറയിലെത്തുമ്പോൾ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായം ത്തിലാണ് അബ്രഹാമിൻ്റെ വിളി വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ ഇതിലൊരു ചരിത്ര പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുന്നതാണ്. ഇപ്പോൾ സ്കൂളിൽ നമ്മൾ ഹിസ്റ്ററി പഠിക്കാറുണ്ട്, അങ്ങനെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാറുണ്ട്. ഈ പഠിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ പോകുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 15-ന് റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തുന്നു. അപ്പോൾ ചെങ്കോട്ട ആര് പറഞ്ഞു? ഷാജഹാൻ പണിതു. ഇപ്പോൾ നമ്മൾ ചരിത്ര പുസ്തകങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ വായിക്കുന്ന ചില കാര്യമുണ്ട്. അലാവുദ്ദീൻ ഖിൽജി ഇന്ത്യ വന്ന് കീഴടക്കുന്നു, അല്ലെങ്കിൽ പിന്നീട് ബാബർ വന്ന് ഡൽഹിയിൽ സിംഹാസനം സ്ഥാപിക്കുന്നു. ബാബറിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഹുമയൂൺ ചക്രവർത്തിയായി, ഹുമയൂണിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ അക്ബർ ചക്രവർത്തിയായി, അക്ബറിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ജഹാംഗീർ ചക്രവർത്തിയായി, ജഹാംഗീറിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഷാജഹാൻ ചക്രവർത്തിയായി, ഷാജഹാൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഔറംഗസീബ് ചക്രവർത്തി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ആ വായിക്കുന്ന സമയത്ത് അതൊരു ചരിത്രമാണ്, അതിൻ്റെ ചരിത്ര സ്മാരകങ്ങൾ അവിടെയുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ ഇതിന് ചരിത്രപരമായ തെളിവുകൾ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ തുടങ്ങിയൊരു ചർച്ചയുണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോയി പഠിച്ചു കഴിയുമ്പോൾ ഒരു ചരിത്രമാവണമെങ്കിൽ അതിന് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ ഉണ്ടാവണം. ഇപ്പോൾ ആണെങ്കിൽ കാർബൺ ഡേറ്റിംഗ്, അല്ലെങ്കിൽ മുകളിൽ വെച്ചിട്ട് ഈ സാറ്റലൈറ്റ് വെച്ചിട്ടുള്ള റിമോട്ട് സെൻസിങ്, ഇങ്ങനെയുള്ള ഒരുപാട് ടെക്നോളജി വന്നിട്ടുള്ളതുകൊണ്ട് എന്തിനും തെളിവുകൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുകയും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം ഉണ്ട്. എന്ന് വെച്ചാൽ അത് ചരിത്രം അല്ലാതായി മാറുന്നില്ല. ചരിത്രം പഠിക്കുന്ന സമയത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തമായ തെളിവുകളില്ലാത്ത സാധനത്തെ പ്രീ ഹിസ്റ്ററി എന്നാണ് പറയുന്നത്. അതിന് അല്ലെങ്കിൽ മലയാളത്തിൽ ചരിത്രാതീത ചരിത്രം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ തെളിവുകളൊന്നും പലപ്പോഴും ഇല്ലാത്തതുകൊണ്ട് അതിന് ചരിത്രാതീത ചരിത്രം എന്നാണ് പറയുന്നത്. എന്നാൽ 12-ാം അധ്യായം മുതലുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ചരിത്ര രേഖകളും തെളിവുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആദത്തിൽ നിന്ന് തുടങ്ങുന്ന വംശാവലിയിൽ എത്തുമ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു. അബ്രഹാമിനോട് ദൈവം പറയുന്നത്, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതിനകത്ത് ചില വാഗ്ദാനങ്ങൾ പറയുന്നത്, ഒന്ന്, നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും വിടണം. 3 കാര്യങ്ങൾ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ചില അനുഗ്രഹങ്ങൾ എന്താണ്? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. അബ്രാം ഭാര്യ സാറയും സഹോദരപുത്രൻ ലോത്തിൻ്റെയും കൂടെ പോയി. ഹാരാനിൽ തങ്ങൾ നേടിയ സമ്പത്ത് ആളുകളുമായി അവർ കാനാൻ ദേശത്തേക്ക് പുറപ്പെട്ട് അവിടെ എത്തിച്ചേർന്നു. അപ്പോൾ കാനാൻ ദേശത്ത് അവർ അവിടെ എത്തുന്നു. അല്ലെങ്കിൽ നോഹയുടെ മകനായിരുന്ന കാനാൻ താമസിച്ചിരുന്ന ദേശം, കാനാൻ അവിടെ നിന്ന് വിട്ട് എത്യോപ്യയിലും ഈജിപ്തിലൊക്കെ അവൻ്റെ പിന്തലമുറക്കാർ കടന്നുപോയി. ആ ദേശത്ത് വന്ന് അബ്രാം താമസമാക്കുന്നു. ആ താമസമാക്കി കഴിഞ്ഞിട്ടും നമ്മൾ കാണുന്നു 7-ാമത്തെ വാക്യത്തിൽ, 12-ാമത്തെ അധ്യായത്തിൽ 7-ാം വാക്യം നമ്മൾ കാണുന്നു, കർത്താവ് അബ്രാമിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, ഈ നാട് നിന്റെ സന്തതികൾക്ക് ഞാൻ കൊടുക്കും. തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിനെ അബ്രാം അവിടെ ഒരു ബലിപീഠം പണിതു. അവിടെ നിന്ന് അവൻ ബഥേലിന് കിഴക്കുള്ള മലമ്പ്രദേശത്ത് കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളം വിളിച്ചു. അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു. അവിടെ നിന്ന് അബ്രാം നെഗബിന് നേരെ യാത്ര തുടർന്നു. അപ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാനും കർത്താവിനെ ബലിപീഠമൊരുക്കി ബലി അർപ്പിക്കുവാനും എബ്രാഹാം തയ്യാറാവുന്നു. പിന്നീട് നമ്മൾ കാണുന്നു എബ്രാഹാമിലൂടെ ഒരു വംശാവലി മുന്നോട്ട് കടന്ന് പോകുന്നു.
ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന സമയത്ത് അബ്രഹാമിന് മക്കളുണ്ടായിരുന്നില്ല. അബ്രാം എന്നായിരുന്നു പേര്. പിന്നീട് ദൈവം പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അബ്രാം എന്ന പേര് എബ്രഹാമായി മാറ്റുന്നു. സാറായി എന്ന പേര് മാറ്റി സാറ എന്ന് ആക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, അബ്രഹാം സാറ ദമ്പതികൾക്ക് ഇസഹാക്ക് എന്നൊരു മകൻ ജനിച്ചു. പക്ഷേ ഇസഹാക്ക് ജനിക്കുന്നതിന് മുമ്പ് 75-ാം വയസ്സിൽ ദൈവം ഈ വാഗ്ദാനം ചെയ്ത് 14 വർഷം കഴിഞ്ഞ് 89-ാം വയസ്സിലും മക്കൾ ജനിക്കാതെ വന്ന സമയത്ത് സാറ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് തൻ്റെ ദാസിയായ അടിമയായ ഹാഗാർ എന്ന തൻ്റെ അടിമപ്പെണ്ണിനെ എബ്രാഹാമിൻ്റെ കിടപ്പറയിൽ കാഴ്ചവെക്കുകയും എബ്രാഹാമിന് ഈ സാറായിലൊരു മകൻ ജനിച്ചു. ആ മകനാണ് ഇസ്മായിൽ എന്ന മകൻ ജനിക്കുന്നത്. പക്ഷെ അതിനുശേഷം 11 കൊല്ലം കഴിഞ്ഞിട്ട് സാറായ്ക്ക് ഇസഹാക്ക് എന്ന മകൻ ജനിക്കുകയും ഈ മക്കൾ തമ്മിൽ ഇടയ്ക്ക് വഴക്ക് കൂടുകയും സ്വാഭാവികമായിട്ടും സാറയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു അസ്വസ്ഥതകൾ, ദാസിയുടെ മകൻ എൻ്റെ മകന് അർഹമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുമോ എന്ന ചിന്ത കടന്നു വരികയും അതൊക്കെ പ്രയാസത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന സമയത്ത് ഈ മകനെ ഒഴിവാക്കുന്നു. അപ്പോൾ സാങ്കേതിക അർത്ഥത്തിൽ ഇന്ന് ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളോട് ചോദിക്കുന്ന സമയത്ത് അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? ഹാഗാറിൽ ജനിച്ച ഇസ്മായിൽ, സാറയിൽ ജനിച്ച ഇസഹാക്കാണ് വാഗ്ദത്ത പുത്രൻ. ഇത് സാധാരണ കിട്ടുന്നൊരു മറുപടിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഏതാനും നാൾ ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിന് 18 വയസ്സായ സമയത്ത് സാറ മരിക്കുന്നു. സാറ മരിച്ചതിന് ശേഷം അബ്രഹാം ബൈബിളിൽ പറയുന്നു കെത്തൂറ എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ആ കെത്തൂറയിൽ 6 മക്കൾ ജനിക്കുകയും ചെയ്തു. ഞാൻ ഈ പറഞ്ഞത് പലപ്പോഴും അബ്രഹാമിന് ഒരു മകനെന്നോ 2 മകനെന്നോ പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം, എബ്രാഹാം സാറയുടെ മരണശേഷം ഹാഗാറിനെ ഒഴിവാക്കി സാറ മരിച്ചതിന് ശേഷം കെത്തൂറ എന്ന സഹോദരിയെ വിവാഹം കഴിക്കുകയും ആ വിവാഹം കഴിച്ചിട്ട് അവർക്ക് അതിൽ 6 മക്കൾ ജനിക്കുകയും ചെയ്തു. 6 മക്കൾ ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അബ്രഹാമിന് 8 മക്കൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായം ഞാനൊന്ന് വായിക്കാം. അബ്രഹാം കെത്തൂറ എന്നു പേരായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തു. അവളിൽ അവന് സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷുവാഹ് എന്നിവർ ജനിച്ചു. യോക്ഷാന് ഷേബായും ദാദാനും ജനിച്ചു. ദാദാൻ്റെ മക്കളാണ് അഷൂറിയും ലത്തൂഷിം, ലവൂമിയും എന്നിവർ. മിദിയാൻ്റെ മക്കൾ ഏഫ, ഏഫർ, ഹെനോക്ക്, അബീദ, എൽദ എന്നിവരാണ്. ഇവർ കെത്തൂറയുടെ സന്താനങ്ങളെ. അബ്രഹാം തനിക്കുണ്ടായിരുന്നതെല്ലാം ഇസഹാക്കിന് കൊടുത്തു. തൻ്റെ ഉപനാരികളിലുണ്ടായിരുന്ന മക്കൾക്കും അബ്രഹാം ധാരാളം സമ്മാനങ്ങൾ നൽകി. താൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ അവരെ എല്ലാം മകനായ ഇസഹാക്കിന് ദൂരെ കിഴക്കൻ ദേശത്തേക്ക് അയച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്മായിലിന് അബ്രഹാം തൻ്റെ ഭൗതികമായ സമ്പത്ത് നൽകി. കെത്തൂറയിൽ ജനിച്ച 6 മക്കൾക്കും ഈ ഭൗതികമായ സമ്പത്ത് നൽകി. സാറായിൽ ജനിച്ച ഇസഹാക്കിനും ഭൗതികമായ സമ്പത്തുകൾ നൽകി. അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ഇൻഹെറിറ്റൻസ് ഇവർക്ക് 3 പേർക്കായിട്ട് പങ്കുവെച്ച് കൊടുത്തു. ഒരു സ്വാഭാവികമായിട്ടും മാതാപിതാക്കളുടെ ഫിസിക്കൽ ഇൻഹെറിറ്റൻസ് 3 പേർക്കും ലഭിക്കുന്നു. എബ്രഹാമിൻ്റെ ജീൻ 3 പേർക്കും ലഭിക്കുന്നു. അപ്പോൾ ഒരു ഫിസിക്കൽ ഇൻഹെറിറ്റൻസ് ഇവർക്ക് ലഭിക്കുന്നു. സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് ഇസഹാക്കിന് മാത്രം ലഭിക്കുന്നു. മെറ്റീരിയൽ ഇൻഹെറിറ്റൻസ് ഈ 3 പേരുടെയും മക്കൾക്ക് ലഭിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, 3 തരം പിന്തുടർച്ച അവകാശം സംഭവിക്കുന്നു. ഒന്ന് ഫിസിക്കൽ ഇൻഹെറിറ്റൻസ്, മാതാപിതാക്കന്മാരുടെ ശാരീരികമായ ഉയരം, വണ്ണം, നിറം, നഖം, മുടി, മൂക്ക്, അത്തരം ഭൗതികമായ ലക്ഷ്യങ്ങൾ എല്ലാ മക്കളിലേക്കും ഈ ഫിസിക്കൽ ഇൻഹെറിറ്റൻസ് കൈമാറ്റം ചെയ്യപ്പെടുന്നു. മാതാപിതാക്കളുടെ ഭൗതികമായ സമ്പത്ത്, ഒരു മെറ്റീരിയൽ ഇൻഹെറിറ്റൻസ് എല്ലാ മക്കൾക്കും പങ്കുവെച്ച് കിട്ടുന്നു. എന്നാൽ അപ്പൻ്റെ അമ്മയുടെ സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ്, ആത്മീയമായ പിന്തുടർച്ചാവകാശവും പൈതൃകവും ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് മാറുന്നു. ഈ അബ്രഹാമിൻ്റെ ഈ 8 മക്കളിൽ ഇസഹാക്കിന് മാത്രം ഈ സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കാണുന്നു ഇസഹാക്കിലൂടെയാണ് ഈ വംശാവലി മുന്നോട്ട് പോകുന്നത്. ഇസഹാക്കിനും വീണ്ടും 2 മക്കൾ ജനിക്കുന്നു. ആ മക്കൾ ജനിക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഇസഹാക്കിൻ്റെ മക്കൾ തമ്മിൽ പ്രയാസങ്ങളുണ്ടാവുന്നു.
ആ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഇളയ മകനായ യാക്കോബിനെ അനുകൂലിച്ച് റബേക്ക നിൽക്കുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഏസാവ് എന്ന മൂത്ത മകൻ യാക്കോബിനെ ശാരീരികമായി മർദ്ദിക്കുവാനൊക്കെ കടന്നു വരുന്ന സമയത്ത് തൻ്റെ സ്വന്തം സഹോദരനായ ലാബാൻ്റെ ഭവനത്തിലേക്ക് അയക്കുന്നു. പിന്നീട് യാക്കോബിൻ്റെ ജീവിതം അവിടെയാണ് നടക്കുന്നത്. ഏസാവും വിവാഹം കഴിക്കുകയും തൻ്റെ സന്തതി പരമ്പരയായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴും ഒരു കാര്യം സംഭവിക്കുന്നു. എബ്രഹാത്തിൽ നിന്നുള്ള സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് ഇസഹാക്കിന് കിട്ടുന്നു. ഇസഹാക്കിൽ നിന്നുള്ള സ്പിരിച്വൽ ഇൻഹെറിറ്റൻസ് യാക്കോബിന് മാത്രം ലഭിക്കുന്നു. തൻ്റെ സഹോദരനെ ഭയന്ന് കേവലം ഒരു വടിയുമായിട്ടാണ് ജോർദാൻ നദി കടന്ന് അവൻ ലാബാൻ്റെ ഭവനത്തിലേക്ക് പോകുന്നത്. എന്നാൽ അവിടെ പോയിട്ട് അവൻ അടിമവേലയാണ് ചെയ്യുന്നെങ്കിൽ പോലും അടിമവേല ചെയ്ത് 20 വർഷത്തിന് ശേഷം സ്വന്തം ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് അവൻ മഹാസമ്പന്നനായിട്ട് തിരികെ വരുന്നു, സ്വന്തം നാട്ടിലേക്ക് തിരികെ വരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കളിൽ നിന്ന് 3 തരമുള്ള പിന്തുടർച്ച അവകാശം മക്കൾക്ക് ലഭിക്കുന്നു. 1, ശാരീരികമായ പിന്തുടർച്ച അവകാശം ലഭിക്കുന്നു. 2, ഭൗതികമായ സമ്പത്തിൻ്റെ പിന്തുടർച്ച അവകാശം ലഭിക്കുന്നു. 3, ആത്മീയമായ സമ്പത്തിൻ്റെ പിന്തുടർച്ച അവകാശം ലഭിക്കുന്നു. ആത്മീയമായ പിന്തുടർച്ചാവകാശം ലഭിച്ച ഇസഹാക്ക് സമ്പന്നനായി മാറുന്നു. ആത്മീയമായ പിന്തുടർച്ചാവകാശം കിട്ടിയ യാക്കോബ് സമ്പന്നനായി മാറുന്നു. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത്, കുർബാനയ്ക്കൊക്കെ പോകുന്ന സമയത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയിൽ പലപ്പോഴും ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. എബ്രഹാത്തിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തുകൊണ്ട് എബ്രഹാമിൻ്റെ 8 മക്കളിൽ ഒരു മകനായ ഇസഹാക്കിന് മാത്രം ഈ പ്രാധാന്യം ലഭിക്കുന്നു? ഇസഹാക്കിൻ്റെ 2 മക്കളിൽ യാക്കോബിന് മാത്രം ഈ പ്രാമുഖ്യം ലഭിക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ആത്മീയമായ പിന്തുടർച്ച അവകാശത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് ഈ ആത്മീയമായ പിന്തുടർച്ച അവകാശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി പ്രാർത്ഥനാ സഹായവും അനുഗ്രഹവും യാചിക്കുക. അവരുമായിട്ട് ഏതെങ്കിലും കാര്യത്തിൽ വഴക്കുണ്ടാവുകയും മാനസികമായോ ശാരീരികമായോ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നല്ല ബന്ധത്തിലേക്ക് ആക്കുവാനായിട്ട് പരിശ്രമിക്കുക. ചില കുടുംബങ്ങളിലൊക്കെ, തൃശ്ശൂരിലൊക്കെ ഞാൻ ചില വീടുകളിൽ, ഇരിഞ്ഞാലക്കുടയിലും കരാഞ്ചിറയിലൊക്കെ കണ്ടിട്ടുണ്ട്. കുടുംബസ്വത്ത് ഭാഗം വെച്ച് കഴിയുമ്പോൾ അപ്പനും അമ്മയെയും ഭാഗം വയ്ക്കുക. ഒരാൾ ഒരു മകൻ്റെ കൂടെ താമസിക്കുന്നു, അപ്പൻ ഒരു മകനോടെ താമസിക്കുന്നു, അമ്മ വേറെ മകൻ്റെ വീട്ടിൽ താമസിക്കുന്നു. ഇനി ചില കുടുംബത്തിൽ അപ്പനും അമ്മേനെയും ഓരോ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ സഹോദരന്മാരുടെ അടുത്തേക്ക് നിർബന്ധമായിട്ടും ഇവരെ നാട് കടത്തുന്ന പോലെ പറഞ്ഞയക്കുക. അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കുവാനായിട്ട് താല്പര്യമില്ലാതെ സ്വഭാവം കാണിക്കുക. ഇത്തരം കുടുംബങ്ങളൊക്കെ പിന്നീട് കടന്നു പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നു, അവരുടെ കുടുംബങ്ങളിലൊക്കെ വലിയ ദുരന്തങ്ങൾ ഉള്ളതായിട്ട് കാണുന്നു. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിലെ കാര്യം പറയാം. അവരുടെ വീട്ടിലെ അവരുടെ മാതാപിതാക്കളെ 3 മാസം കഴിയുന്ന സമയത്ത് അടുത്ത സഹോദരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അത് നിർബന്ധമായിട്ട് ഒരു ദിവസം അങ്ങനെ വൈകുകയാണെങ്കിൽ ഉടനെ വിളിച്ചു പറഞ്ഞു, കാറ് വിളിച്ചു, ബഹളം വെച്ചു, വണ്ടി കയറ്റി കൊണ്ടുവിടുന്നതിലൊക്കെ. പക്ഷെ പിന്നീട് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഉണ്ടായ മരുമകൾ, ആ മരുമകൾ വലിയ ശാരീരികമായ രോഗം വന്ന് മരണപ്പെട്ടു. അവർക്കുണ്ടായ 5 മക്കളിൽ ഒരാൾ ഹാർട്ടിന് കംപ്ലൈൻറ്റ് വന്ന് മരണപ്പെട്ടു, ഒരാൾ മെനഞ്ചൈറ്റിസ് വന്ന് മരണപ്പെട്ടു, 2 പെൺമക്കൾക്കും ക്യാൻസർ ബാധിച്ചു. ഇനി അടുത്ത തലമുറയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പ്രത്യേക കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മകൻ്റെ 2 മക്കൾ അകാലചരമം പ്രാപിച്ചു. വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞൊക്കെ ആയതിനു ശേഷം 2 പെൺമക്കളും മരണപ്പെട്ടു പോയി. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് നമ്മളിത് ഒരു കുടുംബത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എവിടെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്, ഇതിൻ്റെ ഒരു സ്പിരിച്വൽ ഇഷ്യൂ എന്താണ് എന്ന് നോക്കുന്ന സമയത്ത് കണ്ടെത്താൻ പറ്റിയത് ഈ മാതാപിതാക്കളിൽ നിന്നുള്ള ആത്മീയ അനുഗ്രഹം വാങ്ങാതിരിക്കുകയും അന്ന് അവരുടെ അച്ഛൻ മൂലം സംഭവിച്ചതാണ്. അത് പിന്നീട് തലമുറകളിൽ, ഞാൻ ഈ പറഞ്ഞ കുടുംബം എനിക്കറിയാവുന്നൊരു കുടുംബമാണ്. 4 തലമുറയായിട്ട് ഈ കുടുംബത്തിൽ ദുരന്തങ്ങളുടെ പട്ടിക ഇപ്പോഴും നടക്കണം. പലരും ചോദിക്കും ഈ കുടുംബത്തിന് എന്താ പറ്റിയെന്ന്. ഈ കുടുംബത്തിന് എന്ത് പറ്റി എന്നുള്ളത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ സമയത്ത് അവരുടെ കുടുംബചരിത്രം പരിശോധിക്കുകയും അവരുടെ ആളുകളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ
പ്രശ്നങ്ങൾ വന്ന് നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും തരത്തിലുള്ള അകൽച്ചയും മാനസികമായോ ശാരീരികമായോ കുടുംബസ്വത്ത് ഭാഗം വെച്ചതിനെ തുടർന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിലുണ്ടായി കുടുംബത്തിൽ മാതാപിതാക്കളോട് മാനസികമായി അകൽച്ച ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഇനി അവരെ മർദ്ദിക്കുകയോ അവരുടെ കയ്യിൽ നിന്ന് അവരെ കണ്ണീര് നിങ്ങളുടെ വീട്ടിൽ വീണിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ഓർത്ത് അവർ കണ്ണീര് വാർത്തിട്ടുണ്ടെങ്കിൽ അവർ മരണപ്പെട്ടവരാണെങ്കിൽ അവരോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മാപ്പ് പറയും, അവരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാനുള്ള മാർഗങ്ങൾ തേടുക, അവരുമായിട്ട് പരിപൂർണ്ണമായിട്ട് നിരപ്പ് പ്രാപിക്കുക, ചെയ്ത തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുക, മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങളുടെ തലമുറകളിലൂടെ കടന്നു പോകുന്ന വിനാശകരമായ ദുരന്തങ്ങളുടെ പട്ടിക ഒരു വിരാമമിടണം. നിങ്ങളുടെ തലമുറയിൽ നിന്ന് നിങ്ങളിലേക്ക് ഇത്തരം തിന്മ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് ഇത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹപ്രദമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ കുറേ ആളുകളുടെ പേരും ചരിത്രമൊക്കെ പറയുന്നത്. ഇത് പറയുന്നതിൻ്റെ കാരണം പല കുടുംബങ്ങളിലും പലതരം ദുരന്തങ്ങളുണ്ടാകുന്ന സമയത്ത് നമ്മൾ കൗൺസിലിങ്ങിന് വരുന്ന സമയത്തും പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്തും അവരോടൊക്കെ ആദ്യമൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് പറഞ്ഞു വയ്ക്കുകയൊക്കെയാണ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും പാപപരിഹാരങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറയാറുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവൻ തലമുറകളുടെ ഒരു ദുസ്വാധീനമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഞാൻ ശാസ്ത്രീയമായിട്ട് തന്നെയാണ് പറയുന്നത്. ക്രോമോസോമിലൂടെ ജീനിലൂടെയൊക്കെ കടന്നു വന്ന ഏതെങ്കിലും തരത്തിലുള്ള പാപസ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് കുടുംബത്തിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മോചനം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില പഴഞ്ചൊല്ലുകൾ പറയാറുണ്ട്. മത്ത കുത്തിയ കുമ്പളം മുളയ്ക്കുമോ എന്നൊക്കെ ചോദിക്കും. ചില ആളുകളുടെ സ്വഭാവ വൈകല്യം കാണുമ്പോൾ ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ അമ്മ വേലി ചാടി മകൾ മതിൽ ചാടി എന്നൊക്കെ പറയാറുണ്ട്. ഇതൊക്കെ കാണിക്കുന്ന ഈ പാരമ്പര്യത്തിൻ്റെ ദുസ്വാധീനമാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ദുസ്വാധീനം നിങ്ങളുടെ കുടുംബത്തിൽ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനവും വിടുതലും സ്വാതന്ത്ര്യം ക്രിസ്തു നൽകുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ ഇടയാകട്ടെ എന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ദൈവികമായ ജ്ഞാനത്താൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സ്നേഹിതാവായ ദൈവമേ, ഇതൊക്കെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ദൈവത്തിൻ്റെ ഒരു ആത്മീയ പ്രകാശം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവെ, ഇവരിലേക്ക് കടന്നു വന്ന് ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തലമുറകളുടെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ ആ തലമുറകളുടെ ദുസ്വാധീനങ്ങളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളിലൂടെ കടന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട അനുഗ്രഹദായകമായ വസ്തുതകൾ, ദൈവത്തോടുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയ ജീവിതം, അത് കൈമാറ്റം ചെയ്യപ്പെടുന്നതിന് അത് കൂടുതൽ ശക്തമായി ഭാവി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ഭൂമിയിൽ സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.